വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ദിവസങ്ങളായി ഞാനിന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ട് കേട്ടോ. അപ്പം നമ്മളൊരു മനുഷ്യൻ എന്താ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഉറക്കം, അല്ലേ? അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലാണ്ടായി മാറും. എനിക്ക് അനുഭവം ഉള്ളതാണ് നമ്മുടെ കുഞ്ഞിലെ ചെറിയ പ്രായത്തിലെ. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ വീണ്ടും അത് അനുഭവിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ യൂട്യൂബിലാണെങ്കിലും ഞാൻ പറയാറൊന്നുമില്ല. നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യങ്ങളും മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഉണ്ടാവും, അല്ലേ? നമ്മളെല്ലാ കാര്യങ്ങളൊന്നും പറയാറില്ല. എങ്കിലും ഞാൻ FB-യിൽ എന്തെങ്കിലുമൊക്കെ കുറിക്കാറുണ്ട് കേട്ടോ. അതിങ്ങനെ എന്തെങ്കിലും എഴുതിയൊക്കെ കഴിയുമ്പോൾ ഒരു സമാധാനമാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വായിച്ചിട്ട് ഒരാൾ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് നമ്മളോട് സ്നേഹമുള്ളവർ തന്നെയാണ്, പക്ഷെ ഞാനത് പറഞ്ഞ അർത്ഥത്തിൽ അവരെ എടുക്കാത്തത് കൊണ്ടാണെന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അവരങ്ങനെ എന്നോട് ചോദിച്ചത്. അതെനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. കാരണം എൻ്റെ കുഞ്ഞിനുമോനെ കൊല്ലണം എന്നോ അങ്ങനെയൊന്നും ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. പിന്നെ അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ ഒരുപക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയതാവാം. എന്താണെങ്കിലും ഭഗവാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും തോന്നിക്കില്ല. എൻ്റെ മനസ്സ് വല്ലാത്തൊരു എന്താ പറയുക സംഘർഷാവസ്ഥയിൽ വരുമ്പോൾ എനിക്ക് ഒരു സെക്കൻഡ് നേരം തോന്നിയൊരു കാര്യം മാത്രമാണ് ഞാനത് അവിടെ എഴുതി. എനിക്കത് മറികടക്കാനുള്ള മാർഗങ്ങളും എനിക്കറിയാം. അതൊക്കെ ഞാൻ അതിൻ്റേതായ രീതിക്ക് തന്നെ മുന്നോട്ട് പോകും. അല്ലാതെ അതുപോലെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല കേട്ടോ. അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായേ. അപ്പം നമ്മുടെ കുഞ്ഞിനുമുത്ത് കിടന്ന് ഉറക്കമായിരുന്നു. രാവിലെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് അൻവിക്കുട്ടി നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഗുരുവായൂർ പോകാനൊരവസരം വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ പോവും. ബാക്കി വിശേഷം പിന്നെ പറയാം കേട്ടോ.